എക്സാമിന് ഫിസിക്സിൽ നിന്ന് ചോദിക്കാൻ വേണ്ടി പോകുന്ന കംപ്ലീറ്റ് ഡെറിവേഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഡെറിവേഷൻസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ സമയം കളയുന്നില്ല, വേഗം തന്നെ നമ്മൾ പോവാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്നത്. യെസ്, അപ്പം 8 മാർക്ക് പബ്ലിക് എക്സാമിന് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഡെറിവേഷൻസ് ഉള്ള ചാപ്റ്റർ ആണ്. സോ നമുക്ക് നോക്കാം എന്താണ് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഡെറിവേഷൻസ്. ഒന്നാമതായിട്ട് ഡിറൈവ് കൂളംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കൂളംസ് ലോ ആണ്. നമുക്കറിയാം എന്താ, രണ്ട് ചാർജുകൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ്, അതിനെ പറ്റിയാണ് കൂളംസ് ലോ പറയുന്നത്. എന്താണ് കൂളംസ് ലോ പറയുന്നത്? എഫ്, രണ്ട് ചാർജുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് Q1 ആണ്, മറ്റൊന്ന് Q2 ആണ്. ഇത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും ഇവർക്കിടയിൽ ഉണ്ടായിരിക്കുക. ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആണെങ്കിൽ ഇവർക്കിടയിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? F പ്രപ്പോർഷണൽ ടു, ഇവർക്കിടയിലുള്ള ഫോഴ്സ് പ്രപ്പോർഷണൽ ടു Q1 Q2. അതുപോലെ തന്നെ നമുക്ക് പറയാം F ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു r സ്ക്വയർ എന്ന് പറയാം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് F പ്രപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ഇനി പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ കോൺസ്റ്റന്റ് ആണ് F is equal to 1/4 pi epsilon 0 Q1 Q2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് നമ്മുടെ കൂളുംബ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി കൂളുംബ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഈ 1/4 pi epsilon 0യുടെ വാല്യൂ എത്രയാണ് മനസ്സിലാക്കണം. 1/4 pi epsilon 0, 1/4 pi epsilon 0 എന്ന് പറയുന്ന ആളുടെ വാല്യൂ 9 × 10⁻⁹ ആണ്. ഇതിൽ epsilon 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ആണ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ നിങ്ങൾ എഴുതി കൊടുക്കണം. ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എപ്സിലോൺ 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 8.854 × 10⁻⁻12 എന്ന് പറയുന്നതാണ് എപ്സിലോൺ 0യുടെ വാല്യൂ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്, പവറാണ്, കിടുവാണ്. നേരെ നമുക്ക് പോകാം അടുത്ത ഡെറിവേഷനിലേക്ക്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ഓഫ് ലെങ്ത് 2a at a distance r from the center of dipole on axial line. എടാ, പല എക്സാമുകൾക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ത്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ അറ്റ് എനി ആക്സിയൽ പോയിന്റ്. ഒരു ഇലക്ട്രിക് ഡൈപോൾ നമുക്കറിയാം പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ചേർന്നതാണ് ഡൈപോൾ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. സാറേ ഡൈപോൾ ആണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഡൈപോളിന്റെ സെന്റർ ഞാൻ ഇവിടെ 0 എന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് പറയാം a എന്ന്. അതുപോലെ തന്നെ സെന്ററിൽ നിന്ന് ഇപ്പുറത്തേക്കുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? a എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, രണ്ടും കൂടെ ചേർന്നാൽ 2a ഡിസ്റ്റൻസ് ആണെന്ന് പറയും. ഈ ഡൈപോളിനെ നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അതിന്റെ ലൈനുകൾ തമ്മിൽ നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ലൈനെയാണ് നമ്മൾ ആക്സിയൽ ലൈൻ എന്ന് വിളിക്കാം. ഈ ആക്സിയൽ ലൈനിന്റെ മുകളിലുള്ള എല്ലാ പോയിന്റും അറിയപ്പെടുന്നത് ആക്സിയൽ പോയിന്റ് എന്നാണ്. സോ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഒരു പോയിന്റ്, ദാറ്റ് ഈസ് p എന്ന് പറയുന്ന പോയിന്റ് ആണ്. സെന്ററിൽ നിന്ന് p-യിലേക്കുള്ള ദൂരത്തിന് നമുക്ക് മാർക്ക് ചെയ്യാം. സെന്ററിൽ നിന്ന് p-യിലേക്കുള്ള ദൂരം r ആണ്. അങ്ങനെയാണെങ്കിൽ ഈ p എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് ആരാണ്? ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്, ഈ നെഗറ്റീവ് ചാർജും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. സോ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് രണ്ടാളുകളാണ് ഉണ്ടാക്കുന്നത്, ഈ പോസിറ്റീവ് ചാർജും ഈ നെഗറ്റീവ് ചാർജും. സോ പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്കായിരിക്കുമല്ലോ, അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുക. നെഗറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ്, ഈ ഫീൽഡിന്റെ എന്തായിരിക്കും ഡയറക്ഷൻ? നെഗറ്റീവ് ചാർജിന്റെ അടുത്തേക്കായിരിക്കും ഡയറക്ഷൻ വരുന്നത്. സോ നെഗറ്റീവ് ചാർജിന്റെ ഡയറക്ഷൻ ദാ ഇങ്ങോട്ടേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന് വരുന്നത്. പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കായിരിക്കും. എത്രയാണ് ഈ പ്ലസ് എന്ന് പറയുന്നത്? ഇത് പോസിറ്റീവ് ചാർജിൻ്റെത്, ഇങ്ങോട്ടേക്കാണെങ്കിൽ നെഗറ്റീവ് ചാർജ്. സോ ഇങ്ങനെയായിരിക്കും ഈ p എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഈ പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡും നമുക്ക് കണ്ടുപിടിക്കണം. പോസിറ്റീവ് ചാർജ് ഈ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ kq ഡിവൈഡഡ് ബൈ എത്രയാണ് ഡിസ്റ്റൻസ്? പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? തന്നിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യണം? r എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസിൽ നിന്ന് a മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. സോ നമുക്ക് പറയാം r മൈനസ് a ദ ഹോൾ സ്ക്വയർ അല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, നെഗറ്റീവ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? kq ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്കുക
ഇതുവരെയുള്ള ഡിസ്റ്റൻസ് r ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് a ആണെങ്കിൽ നെഗറ്റീവ് ചാർജിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അത് r പ്ലസ് എ ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു kq ബൈ r മൈനസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് kq ബൈ r പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്തിനാ സാറേ രണ്ടും ടോട്ടൽ കാണുന്ന സമയത്ത് മൈനസ് ചെയ്തത്? എടാ ഇത്രയേ ഉള്ളൂ, ഒരാൾ ഇങ്ങോട്ടേക്കാണ്, ഒരാൾ ഇങ്ങോട്ടേക്കാണ്. ഇനി പോസിറ്റീവ് ചാർജിനോട് അടുത്താണ് ഈ പോയിന്റ് ഉള്ളത്, അതുകൊണ്ട് പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് ഞാൻ ആദ്യം എഴുതി. നെഗറ്റീവ് ചാർജിനെ വിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പോയിന്റ് ഉള്ളത്, അതുകൊണ്ട് നെഗറ്റീവ് ചാർജ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ചെറുതായിരിക്കും. സോ വലുത് നിന്ന് ചെറുത് മൈനസ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈസ് ഈക്വൽ ടു kq എന്ന് പറഞ്ഞ് നമുക്ക് പുറത്തേക്ക് എഴുതാം. kq പുറത്തേക്ക് എഴുതിയാൽ ബ്രാക്കറ്റിനകത്ത് ആരാണ് വരുന്നത്? 1 ബൈ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ബൈ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ബ്രാക്കറ്റിന്റെ അകത്തുള്ള ടേംസ് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഈസ് ഈക്വൽ ടു kq ഇൻറ്റു എത്രയാ വരുന്നത്? ആർ മൈനസ് എ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ അല്ലേ? ഇവിടെ നമുക്ക് താഴെയുള്ളത് ആരാ? ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ, മക്കളെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആർ മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. ഇനി രണ്ടു പേർക്കും സ്ക്വയർ ഉണ്ടല്ലോ ഇവിടെ, അപ്പോൾ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കും? രണ്ടു പേർക്കും കൂടെ കോമൺ ആയിട്ടൊരു സ്ക്വയർ അങ്ങ് കാച്ചി കൊടുക്കും. റെഡി? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ, മുകളിൽ വരുന്ന ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? എന്താ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. സോ നമുക്ക് എഴുതാം ഈസ് ഈക്വൽ ടു kq ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് 2ra പ്ലസ് എ സ്ക്വയർ മൈനസ്, ഇനി ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ആർ സ്ക്വയർ മൈനസ് 2ra പ്ലസ് എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇടണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. സോ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കൊടുക്കാം. ഇനി മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ഇതിൻ്റെ അകത്ത് ടേംസ് കട്ട് ചെയ്യാൻ പറ്റൂലേ? ഇത് പ്ലസ് ആർ സ്ക്വയർ ആണ്, ഈ ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് മൈനസ് കയറി വന്നു കഴിഞ്ഞാൽ ഇത് മൈനസ് ആർ സ്ക്വയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ഈ ആർ സ്ക്വയറും കട്ട് ചെയ്യാം, പ്ലസ് ആർ സ്ക്വയറും മൈനസ് ആർ സ്ക്വയറും കട്ട് ചെയ്തു. ഇനി ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് ഈ മൈനസ് വരുമ്പം ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്, മൈനസും മൈനസും കൂടെ ചേർന്നാൽ പ്ലസ് ആകും. പ്ലസ് 2ra പ്ലസ് 2ra പ്ലസ് 4ra എന്ന് വരും. ഇനി അടുത്തതായിട്ട് ഈ മൈനസ് അകത്തേക്ക് വരുന്ന സമയത്ത് ഈ പ്ലസ് എ സ്ക്വയറും മൈനസ് എ സ്ക്വയർ ആകും. സോ നമുക്ക് ഇവിടെയുള്ള പ്ലസ് എ സ്ക്വയറും ഈ മൈനസ് എ സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. സോ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് kq ഇൻറ്റു 4ra ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എഴുതാം. എടാ ഈ 4ra ഞാൻ 2 ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ? kq ഇൻറ്റു 2 ഇൻറ്റു 2ra ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അല്ലേ? ഇവിടെ ഒരു ഹോൾ സ്ക്വയറും കൂടെ ഉണ്ടല്ലേ, ഹോൾ സ്ക്വയർ. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 2aq എന്ന് പറഞ്ഞാൽ എന്താ? 2aq എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആയ p ആണ്. സോ നമ്മൾ എഴുതുന്നു 2kpr ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ആർ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ എ. ആർ എന്ന് പറയുന്നത് എക്കാൾ ഒരുപാട് വലുതാണ്. സോ നെഗ്ലെക്റ്റ് എ, നെഗ്ലെക്റ്റ് എ. നമുക്ക് എന്ത് ചെയ്യാം? എ നെഗ്ലെക്റ്റ് ചെയ്ത് കളയാം. സോ ഈസ് ഈക്വൽ ടു എന്ത് പറയും? ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ ആണ് kq 2kpr ഡിവൈഡഡ് ബൈ എ പോയിട്ടുണ്ട്. സോ ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ r റേസ് ടു 4 ആണ്. ഈ ആറും ഈ 4ഉം കട്ട് ചെയ്താൽ ഇവിടെ ക്യൂബ് വരും. 2kp by r cube is equal to 2kp by r cube എന്ന് കിട്ടും. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട്. സോ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം, ഇതാണ് നമ്മളുടെ ഡിറൈവ് എന്ന് പറയുന്ന, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ അറ്റ് എനി ആക്സിയൽ പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ അറ്റ് എനി ഇക്വിറ്റോറിയൽ പോയിന്റ് ആണ്. അതായത് ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വിറ്റോറിയൽ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ? എടാ നമ്മുടെ കയ്യിൽ ഒരു പോസിറ്റീവ് ചാർജ്, നമ്മുടെ കയ്യിൽ ഒരു നെഗറ്റീവ് ചാർജ്, ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണിത്.
സെന്ററിനെ നമ്മൾ എപ്പോഴും 0 എന്നല്ലേ മാർക്ക് ചെയ്യുക. എടാ ഇതിനെ നമ്മൾ ഇക്വിറ്റോറിയൽ ലൈൻ എന്നാണ് വിളിക്കുക. ഞാൻ ഈ പോസിറ്റീവ് ചാർജിന് പേര് കൊടുക്കുകയാണ്. ഈ പോസിറ്റീവ് ചാർജിന്റെ പേരാണ് എ, നെഗറ്റീവ് ചാർജിന്റെ പേരാണ് ബി. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ്, അതായത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട പോയിന്റ് ആണ് ഞാൻ ഈ മാർക്ക് ചെയ്തത്. ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് ആർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇത് ആർ ഡിസ്റ്റൻസ് ആണെന്ന് പറയാം അല്ലേ. ഇതെന്താണ്? ഇത് എ ആണ്. ഉറപ്പായിട്ടും ഇപ്പുറത്തും എന്തായിരിക്കും? എ ആയിരിക്കും വരിക. ഡൈപോളിന്റെ ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ്, പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ദാ ഇങ്ങനെ നമ്മൾ വരയ്ക്കണം. പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇങ്ങോട്ട്. ഇതിനെ നമ്മൾ ഇ എ എന്ന് പറയും. ഇലക്ട്രിക് ഫീൽഡ് യെസ് ഡ്യൂ ടു എ എന്ന് പറയുന്ന ചാർജ്. ഇത് ചരിഞ്ഞ വെക്ടർ അല്ലേ? ചരിഞ്ഞ വെക്ടർ നമുക്ക് 2 കോമ്പണന്റ് ആക്കി റിസോൾവ് ചെയ്തൂടെ? സോ നമ്മൾ റിസോൾവ് ചെയ്യാണ്. 2 കോമ്പണന്റുകളാക്കി ഇയാളെ മാറ്റുന്നു. ഇനി നോക്കുക, ഇത് തീറ്റയാണെങ്കിൽ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്ക് പറയാം ഈ ആംഗിളും തീറ്റയായിരിക്കും. സോ ഓഫ് കോഴ്സ് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? ഇ എ കോസ് തീറ്റ. ഇതിനെന്ത് വിളിക്കാം? ഇ എ സൈൻ തീറ്റ. റെഡി ആണല്ലോ. ഇനി ഈ നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാ? നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ശ്രദ്ധിക്കണേ. നെഗറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. സോ ഇത് ചരിഞ്ഞ വെക്ടറാണ്. അതിനെ നമ്മൾ ഇ ബി എന്ന് വിളിച്ചു. ഇ ബിയും ചരിഞ്ഞ വെക്ടറാണ്. റിസോൾവ് ചെയ്യാൻ പറ്റും 2 കോമ്പണന്റ് ആയിട്ട്. ഇതാ ഇങ്ങനെ ഒരു കോമ്പണന്റും ഇതുപോലെ ഒരു കോമ്പണന്റുമായിട്ട് നമ്മൾ മാറ്റുന്നു. എങ്കിൽ നമ്മൾ നോക്കുക, ഇതിനകത്ത് നിന്ന് ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും എന്താവും? തീറ്റ വരും. സോ തീറ്റ വരുന്ന സൈഡ് ഇ ബി കോസ് തീറ്റ, തീറ്റ വരാത്ത സൈഡ് ഇ ബി സൈൻ തീറ്റ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പിക്ചർ. ഈ പിക്ചർ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. അതാ ഈ ഒരു പിക്ചർ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിക്കണം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ മിസ്സായി കഴിഞ്ഞാൽ, ഈ പോയിന്റ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. സോ ഡിറൈവ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഇനി നമുക്ക് നോക്കാം ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് നെറ്റ് എഫക്റ്റ് നോക്കാം. ഇ എ സൈൻ തീറ്റയും ഇ ബി സൈൻ തീറ്റയും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അവർ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ആരാ ഉള്ളത്? ഇവിടെ ഇ എ കോസ് തീറ്റ, ഇ ബി കോസ് തീറ്റ. ഇവരാണ് പിന്നെ നെറ്റ് എഫക്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ പറയും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഇ എ കോസ് തീറ്റ പ്ലസ് ഇ ബി കോസ് തീറ്റ. മക്കളെ ഇ എ പ്ലസ് ഇ ബി ഇൻറ്റു കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം. മക്കൾ നോക്കണം, എന്താണ് ഇ എ എന്ന് പറയുന്നത്? ഇ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? അതിൻ്റെ ഇക്വേഷൻ എന്താ? സപ്പോസ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ നമുക്ക് പറയാം, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഇ എ എന്ന് പറഞ്ഞാൽ കെ ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇ ബി എന്തായിരിക്കും? ഇ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ക്യൂ ഡിവൈഡഡ് ബൈ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? അതും നമുക്ക് എക്സ് എന്ന് വിളിക്കാം. സോ എക്സ് സ്ക്വയർ. എന്താണ്? എക്സ് സ്ക്വയർ എന്ന് പറയും. സോ ഇവിടെ നമ്മൾ ഇ എയും ഇ ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇ എ എന്ന് പറഞ്ഞാൽ കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ, ഇ ബി എന്ന് പറഞ്ഞാൽ കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ. എന്ത് പറയാം? കോസ് തീറ്റ. കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ പ്ലസ് കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2kq ബൈ എക്സ് സ്ക്വയർ കോസ് തീറ്റ. മക്കളെ നിങ്ങൾ നോക്കണം, ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സ് സ്ക്വയറിനും കോസ് തീറ്റക്കും വാല്യൂ ഉണ്ടാക്കണം. ഇതിലെങ്ങനെയാണ് നമ്മൾ എക്സ് സ്ക്വയറിന് വാല്യൂ ഉണ്ടാവുന്നത്? ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇത് എക്സ് ആണ്, ഹൈപ്പോട്ടിന്യൂസ്. ഇത് എ ബേസ് ആണ്, ഇത് ആർ ഹൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പൈത്തഗോറസ് തിയറം പ്രകാരം നമുക്ക് പറയാം എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2 എന്നായിരിക്കും. ഇനി അതുപോലെ തന്നെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കോസ് തീറ്റ കണ്ടുപിടിക്കാം. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, സോറി അഡ്ജസൻറ്റ് സൈഡ് അല്ലേ, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. എ ബൈ എക്സ്. എ ബൈ എക്സ്. എ എത്രയാണ്? എ തന്നെയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. ഓക്കെ ആണല്ലോ. സോ ഈ വാല്യൂ നമ്മൾ ഇപ്പുറത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് എഴുതാം 2kq ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് എക്സ് സ്ക്വയർ?
ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇനി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. അപ്പം നമുക്ക് പറയാം ഇതിൻ്റെ അകത്ത് നിന്ന് 2AQ എന്ന് പറഞ്ഞാൽ പി ആണ്. അതുപോലെ തന്നെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1, ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. അപ്പം ഒരു പ്രാവശ്യം ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എഴുതിയിട്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. നമുക്ക് എഴുതാം 2KQ. സോറി, ഇതേപോലെ നമുക്ക് എഴുതാം. എന്താണ്? KP അല്ലേ? 2AQ പോയിട്ടുണ്ട്. KP ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1 + 1/2 3/2. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. എന്നിട്ട് നമ്മൾ പറയും ആർ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ എ. നേരത്തെ പോലെ തന്നെ നെഗ്ലക്റ്റ് എ നെഗ്ലക്റ്റ് ചെയ്യുന്നു. സോ ഈസ് ഈക്വൽ ടു KP ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ ആർ ക്യൂബ്. സോ ഈ ഇക്വിറ്റോറിയൽ നമ്മൾ കണ്ടു KP ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ആണ്. സോ ഇതും പലപ്പോഴായിട്ട് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാര്യമാണ് യൂസിങ് ഗോസസ് ലോ ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെൽ അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ ഇൻസൈഡ് ദ ഷെൽ. ഇത് കാണുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ആദ്യം ശ്രദ്ധിക്കാം, നമ്മൾ ഒരു ഷെല്ല് വരയ്ക്കുന്നു. ഈ ഷെല്ലിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറേ ചാർജുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ആരുണ്ട്? ചാർജ്. ഇപ്പം ഞാൻ കുറച്ച് പോസിറ്റീവ് ചാർജാണ് ഈ ഷെല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഷെല്ലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, അത് നിങ്ങൾ ഓർത്ത് വെക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ക്യാപിറ്റൽ R ആണ് ഷെല്ലിൻ്റെ റേഡിയസ്. ഇനി ഈ ഷെല്ലിൽ നിന്ന് കുറച്ച് അകലെയായിട്ടൊരു പോയിന്റ് ഉണ്ട്. ഇതാണ് ആ പോയിന്റ്. ഈ പോയിന്റിൽ ഇത്രയും ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ആദ്യം തന്നെ നമ്മളൊരു സർഫസ് വരയ്ക്കണം. അതിനെ നമ്മൾ ഗോസിയൻ സർഫസ് എന്നാണ് പറയാം. ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ഗോസിയൻ സർഫസ് വരയ്ക്കാം. ഇനി ഗോസിയൻ സർഫസ് വരച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ ആ ഗോസിയൻ സർഫസിന്റെ റേഡിയസ്, അതും ഒരു സ്ഫിയർ ആണ് കേട്ടോ, ഗോസിയൻ സർഫസും ഒരു സ്ഫിയർ ആണ്. ആ ഗോസിയൻ സർഫസിന്റെ റേഡിയസ് നമ്മൾ മാർക്ക് ചെയ്യലാണ്. പോയിന്റിലേക്കുള്ള ദൂരമായി തന്നെ നമുക്ക് കറക്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. ഇത് സ്മോൾ ലെറ്റർ R ആണ്. ഇനി നമുക്കുള്ള പണി എന്താ? നമുക്ക് ആ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഗോസസ് തിയറം അപ്ലൈ ചെയ്യാം. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഗോസസ് തിയറം എടുക്കുന്നു. ഗോസസ് തിയറം എന്താ പറയുന്നത്? ഇൻ്റഗ്രൽ EdS ഈക്വൽ ടു Q/ε0 അല്ലേ? ഇനി നമുക്ക് നോക്കാം ഇലക്ട്രിക് ഫീൽഡ്, ഓരോ പോയിന്റിന്റെ മുകളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും. സോ ഈ പുറത്തേക്ക് എഴുതി ഇൻ്റഗ്രൽ DS ഇസ് ഈക്വൽ ടു Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കണം, Q ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഏരിയയാണ്. സോ ഇവിടെ നമുക്ക് കൊടുക്കാം സിഗ്മ ഇൻറ്റു ഏരിയ. സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്, ഡിവൈഡഡ് ബൈ ε0. മക്കളെ ഇ ഇൻറ്റു ഇന്റഗ്രൽ DS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാ വരുന്നത്? ദാ ഇവിടെ നോക്ക്, ഈ വലിയ സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാ? വലിയ സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πr². സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ 4πr². സോ നമ്മൾക്ക് എഴുതാം E ഇൻറ്റു 4πr². ദെൻ അടുത്തതായിട്ട് വരുന്ന എന്താണ്? ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഈ ഏരിയ എന്താണ്? ചെറിയ സ്ഫിയറിന്റെ ഏരിയ. ചെറിയ സ്ഫിയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? 4π ഇൻറ്റു ക്യാപിറ്റൽ R² ആയിരിക്കും. 4π ഇൻറ്റു ക്യാപിറ്റൽ R² ഡിവൈഡഡ് ബൈ ε0. മക്കളെ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ടേം ഒക്കെ ഇപ്പുറത്തും അപ്പുറത്തും ഉണ്ട്. സോ നമ്മൾ എഴുതുന്നു ഈസ് ഈക്വൽ ടു എഴുതാം ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ε0 ക്യാപിറ്റൽ R² ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ R². ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. എവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്? ഔട്ട്സൈഡ് ദ ഷെൽ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഈ ഷെല്ലിന്റെ മുകളിലാണെങ്കിലോ, ഈ ഷെല്ലിന്റെ മുകളിൽ, അപ്പോൾ നമ്മൾ വലിയ സ്ഫിയറോടെ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല, രണ്ടും സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ ആറും സെയിം ആയിരിക്കും, സ്മോൾ ലെറ്റർ ആറും സെയിം ആയിരിക്കും. സോ ഇൻസൈഡ് ദ ഷെല്ലല്ല, നമ്മുടെ സർഫസിലാണ് വരുന്നതെങ്കിൽ അറ്റ് ദി സർഫസ്, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് അറ്റ് ദി സർഫസ് എന്താണ് വരിക? സോ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ R² സ്മോൾ ലെറ്റർ R² സെയിം ആണെങ്കിൽ സിഗ്മ ബൈ ε0 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് എന്ത്? അറ്റ് ദി സർഫസ്.
ഇനി ഇൻസൈഡ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണാൻ പറയുന്നതെങ്കിൽ അത് 0 ആണ്. ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 0. ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതിനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തിയറിയിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഡെറിവേഷനിലേക്ക് പോവാണ്. ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ്ലി തിൻ ഷീറ്റ് ഓഫ് ചാർജ് യൂസിങ് ഗോസസ് ലോ. ഗോസസ് ലോ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു വയർ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ കയ്യിലൊരു വയറുണ്ട്. ഈ വയറ് തിൻ ഷീറ്റ് ആണല്ലേ പറഞ്ഞത്? യെസ്. അപ്പോൾ നമുക്ക് നേരെ തിൻ ഷീറ്റിലേക്ക് പോകാം. വയർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു തിൻ ഷീറ്റാണ്. ഇതാണ് ഒരു തിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഈ തിൻ ഷീറ്റ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. തിൻ ഷീറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ചാർജുകൾ എന്ത് ചെയ്യുന്നു, വരി വരിയായിട്ട് നിർത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഷീറ്റിൽ കാരണം ഇവിടെ ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഗോസസ് തിയറം വേണം. ഗോസസ് തിയറം വേണമെങ്കിലോ നമ്മൾ ഗോസിയൻ സർഫസ് അപ്ലൈ ചെയ്യണം. ഗോസിയൻ സർഫസ് ഞാനിവിടെ ചെറിയൊരു സിലിണ്ടറാണ് വരയ്ക്കുന്നത്. ചെറിയ ഒരു സിലിണ്ടർ വരച്ചു കൊടുത്തു. നോക്കണം, ഈ സിലിണ്ടർ കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ഈ സിലിണ്ടറിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഈ സിലിണ്ടറിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്നാണ് നമ്മൾ ആദ്യം എഴുതാൻ വേണ്ടി പോകുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ അല്ലേ. ഈ ഡോട്ട് എ ആണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? എടാ മക്കളെ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ ഏരിയ വെക്റ്റർ, ഈ സർഫസിലെ ഏരിയ വെക്റ്റർ ഇങ്ങോട്ടാണ്. ഇവിടുത്തെ ഏരിയ വെക്റ്റർ എന്ന് പറയുന്നത്, ഞാൻ പറയും ചെറിയ സർഫസ് അല്ലേ, ഞാൻ പറയുന്നു DS. ഇതാണ്, ഇവിടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം DS, ചെറിയ വെക്റ്ററാണ്. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പരസ്പരം പാരലൽ ആണെങ്കിൽ മാത്രമേ ആ പോയിന്റിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നോക്ക്, ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്കാണ് പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്കാണ് പോകുന്നത്. സോ ഈ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഇവർ പെർപെൻഡിക്കുലറും, ഈ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പാരലൽ ആണ്. രണ്ടും പാരലൽ ആണെങ്കിൽ മാത്രമേ അവിടെ ഫ്ലക്സ് ഉണ്ടാവുകയുള്ളൂ. സോ ഈ പോയിന്റിലെ DS-ഉം ഇലക്ട്രിക് ഫീൽഡും പാരലൽ ആണ്. ഈ പോയിന്റിലെ DS-ഉം ഇലക്ട്രിക് ഫീൽഡും പാരലൽ ആണ്. അപ്പോൾ നമുക്ക് പറയാം ഈ രണ്ടറ്റത്ത് മാത്രമേ ഫ്ലക്സ് ഉണ്ടാകുന്നുള്ളൂ. അല്ലാതെ ഈ കേർവ്ഡ് ആയിട്ടുള്ള സർഫസിൽ എന്തില്ല, ഫ്ലക്സ് ഇല്ല. നെറ്റ് ഫ്ലക്സ് 0 ആണ്. നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ EdS is equal to Q/ε0. മക്കളെ, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പുറത്തേക്ക് എഴുതുന്നു, കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എഴുതുന്നു. ഇൻ്റഗ്രൽ DS is equal to Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, Q is equal to സിഗ്മ ഇൻറ്റു ഏരിയ. നമ്മളിവിടെ കൺസിഡർ ചെയ്ത ചെറിയ ഏരിയ അല്ലേ, അതുകൊണ്ട് നമ്മൾ പറയും സിഗ്മ ഇൻറ്റു DS എന്ന് പറയും. സോ സിഗ്മ ഇൻറ്റു DS ഡിവൈഡഡ് ബൈ ε0. ഇൻ്റഗ്രൽ DS എന്ന് പറയുമ്പം ഇവിടെ എത്ര DS ഉണ്ട്, ഒരു DS ഇവിടെ, ഒരു DS ഇവിടെ. അപ്പോൾ നമ്മൾ പറയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു 2DS is equal to സിഗ്മ DS ബൈ ε0. രണ്ട് സൈഡിലും DS നമ്മൾ ക്യാൻസൽ ചെയ്താൽ നമുക്ക് പറയാം E is equal to 2 അങ്ങോട്ട് പോയാൽ സിഗ്മ ബൈ 2ε0. അപ്പോൾ നമുക്ക് കിട്ടി ഈ തിൻ ഷീറ്റ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ 2ε0 ആണ്. സോ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം, നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് പോകാനുള്ളത് ഗോസസ് തിയറത്തിന്റെ ലാസ്റ്റ് ആപ്ലിക്കേഷനിലേക്കാണ്. ഒരു വയർ കാരണം അല്ലെ, ഒരു വയറിൽ ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വയറിൽ മുഴുവനായിട്ട് ആരുണ്ട്, നമ്മുടെ ചാർജ് ഉണ്ട്. ഈ ചാർജ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് an infinitely long thin straight wire with uniform linear charge density is shown in the figure. തന്നിട്ടുണ്ട്. Derive an expression to calculate electric field at this point P. ഈ വയറിലെ പോസിറ്റീവ് ചാർജുകൾ കാരണം ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. നമ്മളിതൊന്ന് ജസ്റ്റ് റീഡ്രോ ചെയ്യാണ്. നമ്മുടെ വയർ ഇതേപോലെ റീഡ്രോ ചെയ്യാം. ഇതാണ് നമ്മളുടെ വയർ. റെഡി. ഈ വയറിൽ നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിറയെ കുറച്ച് പോസിറ്റീവ് ചാർജ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചാർജുകൾ കാരണം ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന P എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ആദ്യം ഗോസിയൻ സർഫസ് വരയ്ക്കണം. സോ ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ് ഞാൻ വരച്ചു. ഇതാണ് സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ്. റെഡിയാണല്ലോ. ഈ പോയിന്റിലേക്കുള്ള ദൂരം R ആണെങ്കിൽ
ഈ വയറിൻ്റെ ലെങ്ത് L ആണെങ്കിൽ നമുക്ക് പറയാം ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് അല്ലേ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്തായിരിക്കും, പുറത്തേക്കായിരിക്കും. ഞാൻ പറഞ്ഞു ഈ സിലിണ്ടറിൻ്റെ മുകളിൽ എവിടെയൊക്കെ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും പാരലൽ ആണോ അവിടെയാണ് ഫ്ലക്സ് ഉള്ളത്. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ഏരിയ വെക്ടറാണിത്, ഏരിയ വെക്ടർ എ, ഇലക്ട്രിക് ഫീൽഡ് രണ്ടുപേരും ഈ ഒരു കേർവ്ഡ് സർഫസിൽ പാരലൽ ആണ്. എന്നാൽ ഇതിൻ്റെ അപ്പർ സർഫസിലും ലോവർ സർഫസിലും ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് എന്തായിരിക്കും, ഏരിയ വെക്ടർ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ അവിടെയും ഈ മുകൾ ഭാഗത്തും താഴ് ഭാഗത്തും നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് 0 ആയിരിക്കും. ഈ കേർവ്ഡ് സർഫസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ പറയാം ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ്. സോ ഗോസിയൻ തിയറത്തിൽ ഇൻ്റഗ്രൽ ഇ ഡി എസ് ഇസ് ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്ക് എഴുതി ഇൻ്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കണം ലാംഡ ഇൻറ്റു L ആണ് ലെങ്ത്. സോ ഇവിടെ എഴുതാം ലാംഡ ഇൻറ്റു ലെങ്ത് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. മക്കളെ ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കേർവ്ഡ് സർഫസ് ഏരിയ, ടോട്ടൽ കേർവ്ഡ് സർഫസ് ഏരിയ, ഈ സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ. സോ മക്കൾ മനസ്സിലാക്കണം ഇവിടെ 2πr ആണ് മുകൾ ഭാഗം, ഇവിടെ ലെങ്ത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ കാണാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗം സർക്കംഫറൻസ് എടുക്കുന്ന സമയത്ത് എത്രയായിരിക്കും വരുന്നത്, 2πr ആയിരിക്കും. സോ 2πr ഇൻറ്റു L. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ആ ഒരു സർഫസ് ഏരിയ കിട്ടും, ഈക്വൽ ടു ലാംഡ L ബൈ എപ്സിലോൺ 0. ഇതിൽ ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് ആണ്, എല്ലും എല്ലും നമുക്ക് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാം. സോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2πr എപ്സിലോൺ 0. ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോവാം. സോ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ പ്രധാനമായിട്ടും വളരെ കുറച്ച് ഡെറിവേഷൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ആദ്യത്തെ ഡെറിവേഷനിലേക്ക് നമുക്ക് നോക്കാം. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. വളരെ എളുപ്പമുള്ള ഡെറിവേഷൻ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ പറയുന്ന കുറച്ച് ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡെറിവേഷൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ചിത്രമാണ്, ഇതിൻ്റെ ഡയഗ്രമാണ്. നമ്മുടെ കയ്യിൽ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, വിച്ച് മീൻസ് ഇതൊരു ഡൈപോളാണ്. ഈ ഡൈപോളിൻ്റെ ഈ ഒരു പോയിന്റ് ഇത് ആക്സിയൽ പോയിന്റ് ആണോ, അല്ല. ഇക്വിറ്റോറിയൽ പോയിന്റ് ആണോ, അതും അല്ല. നൈദർ ആക്സിയൽ നോർ ഇക്വിറ്റോറിയൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലേക്കുള്ള പോസിറ്റീവ് ചാർജിൽ നിന്നുള്ള ദൂരമാണ് R1, നെഗറ്റീവ് ചാർജിൽ നിന്നുള്ള ദൂരമാണ് R2. അങ്ങനെയെങ്കിൽ സെൻറ്ററിൽ നിന്ന്, ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ R എന്ന് വിളിക്കുന്നത്. R എന്ന് വിളിക്കാം. ഇവിടെ ഉണ്ടാവുന്ന ഈ ആംഗിളിനെ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. മക്കളെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഡൈപോൾ വരയ്ക്കുന്ന സമയത്ത് ഡൈപോളിൻ്റെ ലെങ്ത് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് A, ഇവിടെ നിന്ന് ഇങ്ങോട്ടും A ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഈ പോസിറ്റീവ് ചാർജ് കാരണം ഈ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് V പ്ലസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, KQ ഡിവൈഡഡ് ബൈ എത്രയാണ് ഡിസ്റ്റൻസ്, R1 ആയിരിക്കും. V മൈനസ് നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാവുന്നതോ KQ ഡിവൈഡഡ് ബൈ R2 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, V ടോട്ടൽ ഇസ് ഈക്വൽ ടു ഈ രണ്ടുപേരെ നമ്മൾ ആഡ് ചെയ്താൽ മതി, KQ ബൈ R1 മൈനസ് KQ ബൈ R2. മൈനസ് എവിടെ നിന്നാണ് വന്നത്, നെഗറ്റീവ് ചാർജ് അല്ലേ, അതുകൊണ്ട് നമ്മൾ മൈനസ് ഇട്ട് കൊടുത്താണ് കേട്ടോ. സോ നമുക്ക് പറയാം KQ പുറത്തേക്ക് എടുത്ത് 1 ബൈ R1 മൈനസ് 1 ബൈ R2. എടാ നിങ്ങൾ പഠിക്കണം, 1 ബൈ R1 മൈനസ് 1 ബൈ R1 മൈനസ് 1 ബൈ R2 എന്ന് പറഞ്ഞാൽ 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ R സ്ക്വയർ ആണ്. എന്താണ്, 1 ബൈ R1 മൈനസ് 1 ബൈ R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ആ വാല്യൂ നിങ്ങൾ പഠിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ വാല്യൂ വരുന്നു V is equal to എന്ത് പറയാം, V is equal to KQ into 2a cos theta divided by ആര് വരുന്നു, താഴെ R സ്ക്വയർ. സോ 2AQ എന്താണ്, 2AQ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് P ആണ്. അങ്ങനെയെങ്കിൽ KP cos theta
divided by r square. So V is equal to kp cos theta divided by r square ആണ് നമ്മളുടെ ഈ ഒരു ഡെറിവേഷന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ അടുത്ത ഡെറിവേഷനിലേക്ക് പോകാം. ഡിറൈവ് an expression for equivalent capacitance of three capacitors C1, C2 and C3 connected in series and in parallel. കപ്പാസിറ്ററുകളെ സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്യുന്ന സമയത്തുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡെറിവേഷനിലേക്ക് പോവാം. സോ കപ്പാസിറ്റേഴ്സിനെ ആദ്യമായിട്ട് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊരു കപ്പാസിറ്ററാണ്, ഇത് മറ്റൊരു കപ്പാസിറ്ററാണ് C2, ഇത് മറ്റൊരു കപ്പാസിറ്റർ C3. ഇത് മൂന്നിനെ നമ്മളൊരു പൊട്ടൻഷ്യലിലേക്ക് കണക്ട് ചെയ്യുന്നു. മൂന്നും ഒരു പൊട്ടൻഷ്യലുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുന്നു. C1, C2, C3. നമുക്കറിയാം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിലൂടെ എല്ലാം ഒഴുകുന്ന ചാർജ് സെയിം ആയിരിക്കും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഇവിടെ V1, ഇവിടെ V2, ഇവിടെ V3 ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് പറയാം ചാർജ് ഈസ് സെയിം. ചാർജ് ഈസ് സെയിം. ആരാ ഡിഫറൻറ്റ്? പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ ഈസ് ഡിഫറൻറ്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആണ്. അഥവാ V is equal to V1 plus V2 plus V3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ അകത്ത് V1 plus V2 plus V3 എന്ന് പറഞ്ഞാൽ Q is equal to CV എന്നല്ലേ നമ്മൾ പഠിച്ചത്? Q is equal to CV. അങ്ങനെയാണെങ്കിൽ V is equal to എന്താ? Q by C ആണ്. സോ ഇക്വേഷന് നമുക്ക് എഴുതാം Q by C is equal to Q by C1 plus Q by C2 plus Q by C3. ഇതെല്ലാ Q നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3. ഇതാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഈ മൂന്ന് പേരും കൂടെ കൊടുക്കുന്ന ടോട്ടൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ, അതും സീരീസിൽ കണക്ട് ചെയ്യുന്ന സമയത്തുള്ള ഇക്വേഷൻ ആണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പാരലൽ ആയിട്ട് വരെ കണക്ട് ചെയ്യണം. നമ്മൾ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈ കപ്പാസിറ്ററുകൾ എങ്ങനെയായിരിക്കും? ഇത് നമ്മുടെ പാരലൽ കണക്ഷനാണ്. സോ ഫസ്റ്റ് കപ്പാസിറ്റർ, സെക്കൻഡ് കപ്പാസിറ്റർ, തേർഡ് കപ്പാസിറ്റർ, 3 കപ്പാസിറ്ററുകൾ നമ്മൾ കണക്ട് ചെയ്തു. റെഡി? ഈ 3 കപ്പാസിറ്ററുകളും നമ്മളൊരു പൊട്ടൻഷ്യലുമായിട്ടല്ലേ കണക്ട് ചെയ്ത് വെച്ചത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിലൂടെ കടന്നു പോകുന്ന ചാർജ് ഡിഫറൻ്റ് ആയിരിക്കും. ഇത് Q1, ഇത് Q2, ഇത് Q3. പക്ഷെ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ എന്തായിരിക്കും? V തന്നെ ആയിരിക്കും. പൊട്ടൻഷ്യൽ പാരലൽ, പൊട്ടൻഷ്യൽ സെയിം ആണ്, ചാർജ് ഡിഫറൻ്റ് ആണ്. സോ നമുക്ക് പറയാം ഇത് C1 ആണ്, ഇത് C2 ആണ്, ഇത് C3 ആണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ ആര് സെയിം ആണ്? പൊട്ടൻഷ്യൽ ഈസ് സെയിം. പൊട്ടൻഷ്യൽ ഈസ് സെയിം, ചാർജ് ഈസ് ഡിഫറൻറ്റ്. ചാർജ് ഈസ് ഡിഫറൻറ്റ്. അഥവാ Q is equal to Q1, ഇവിടെ വരുന്ന Q എന്ന് പറയുന്ന ചാർജ് Q1 plus Q2 plus Q3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. നമുക്കറിയാം Q is equal to CV അല്ലേ. സോ CV is equal to C1V plus C2V plus C3V. കോമൺ ആയിട്ട് V മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. നമുക്ക് എഴുതാം C is equal to C1 plus C2 plus C3. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് സീരീസ് ആവുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. അപ്പം C1 plus C2 എഫക്റ്റീവ് കപ്പാസിറ്റൻസ് പാരലൽ ആവുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത്. സോ C1 plus C2 plus C3 എന്ന് പറഞ്ഞാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ തന്നെ അവസാനത്തെ ഡെറിവേഷൻ ആണ്. അതായത് ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ മക്കളെ ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ കയ്യിൽ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണുള്ളത്. അതായത് പരസ്പരം 2 പ്ലേറ്റുകൾ എന്തായിട്ടായിരിക്കും വെച്ചത്? പാരലൽ ആയിട്ടായിരിക്കും വെച്ചത്. സോ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പഠിക്കുമ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. നമ്മളിതായത് പൊട്ടൻഷ്യലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ ഒരു പൊട്ടൻഷ്യലുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഒരു സൈഡ് മുഴുവനും പോസിറ്റീവായിട്ട് മാറും, ഒരു സൈഡ് മുഴുവനും എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, ഈ ഒരു സൈഡിലും ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഈ സൈഡിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. സോ സെൻറ്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0. ഈ 2 പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് D. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഡെറിവേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക,
നമ്മൾ പഠിച്ച ഇക്വേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. Q is equal to CV അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ C is equal to Q is equal to CV ആണെന്നുണ്ടെങ്കിൽ C is equal to എന്തായിരിക്കും? Q by V ആയിരിക്കും. Q by V. നമുക്കറിയണം Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സിഗ്മ ഇൻറ്റു ഏരിയ അല്ലേ? അതേപോലെ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ് ആണ്. ഇനി ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ ആകെ സിഗ്മ ബൈ എപ്സിലോൺ 0 ഉള്ളൂ. സോ നമുക്ക് എഴുതാം സിഗ്മ എ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. നമുക്ക് ഈ സിഗ്മയും ക്യാൻസൽ ചെയ്താൽ എപ്സിലോൺ 0 നേരെ മുകളിലേക്ക് പോകും. എന്ത് വരുന്നു? എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി. ഇതാണ് നമ്മളുടെ കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഡെറിവേഷൻ. സോ ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കണം. ഇനി നമുക്ക് നേരെ പോകാനുള്ള നമ്മുടെ അടുത്ത ചാപ്റ്റർ ആണ്, അതാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അതിലേക്ക് പോവാം. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പക്ഷേ ഇതിൽ ഡെറിവേഷൻ എന്നുള്ള പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കി എടുക്കാനുള്ളൂ. സോ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഒബ്റ്റെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള ബന്ധമാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിലൊരു വയറുണ്ട്. ഈ വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, അഥവാ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എ ആണ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. ഉറപ്പായിട്ടും അതിന്റെ വോളിയം എന്ന് പറയുന്നത് എ ഇൻറ്റു എൽ ആയിരിക്കും. സോ വോളിയം ഓഫ് ദി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എൽ. ഇനി അതേപോലെ തന്നെ എൻ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺ പെർ യൂണിറ്റ് വോളിയം. അതായത് യൂണിറ്റ് വോളിയത്തിൽ, ഈ വയറിന്റെ യൂണിറ്റ് വോളിയത്തിൽ എത്രയുണ്ട്? 1 സെന്റിമീറ്റർ ക്യൂബിൽ അല്ലെങ്കിൽ 1 മീറ്റർ ക്യൂബിൽ n ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? യൂണിറ്റ് വോളിയത്തിൽ n ഇലക്ട്രോൺസ് ആണെങ്കിൽ നമുക്ക് പറയാം NaLe ആയിരിക്കും. നാളെ എന്ന് വായിച്ചാൽ മതി. NaLe ആയിരിക്കും ഇതിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺസിന് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം, ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾക്കറിയാലോ, വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. സോ ഡിസ്പ്ലേസ്മെന്റ് എൽ ആണ്, വെലോസിറ്റി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആവറേജ് വെലോസിറ്റി VD, ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. സോ നമ്മൾ ഇക്വേഷൻ ഇവിടെ കൊടുക്കുകയാണ്. ചാർജിന്റെ സ്ഥാനത്ത് NaLeയും അതുപോലെ തന്നെ ടൈമിന്റെ സ്ഥാനത്ത് L ഡിവൈഡഡ് ബൈ VDയും കൊടുക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് എല്ലും ക്യാൻസൽ ചെയ്ത് VD നേരെ മുകളിലേക്ക് പോകും. സോ നമ്മുടെ ഇക്വേഷൻ NaVDE, NaVD എന്ന് പറയും. I ഈക്വൽ ടു NaVD എന്ന് പറഞ്ഞാൽ മതി, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. I ഈക്വൽ ടു എന്താണ്? NaVD. റെഡി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള ബന്ധം. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഡിറൈവ് ഓംസ് ലോ ഇൻ വെക്റ്റർ ഫോം. ഓംസ് ലോ വെക്റ്റർ ഫോമിൽ എഴുതാനാണ്. നമുക്കറിയാലോ V is equal to എന്താണ്? IR ആണ്. അങ്ങനെയാണെങ്കിൽ V is equal to IR ആണെങ്കിൽ എന്താണ് ഈ R എന്ന് പറയുന്നത്? R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ L ബൈ A ആണ്. സോ V is equal to I into rho L by A. നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അകത്ത് V ഡിവൈഡഡ് ബൈ, നമ്മൾ ഈ L ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. L is equal to V by L is equal to I by A into rho എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് V by L? V by L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, E ആണ്. E is equal to I by A എന്ന് പറഞ്ഞാൽ എന്താ? അത് J ആണ്, കറണ്ട് ഡെൻസിറ്റി J ആണ്. ഇനി ഇൻറ്റു റോ എന്നാൽ J is equal to എന്ത് എഴുതാം? E ഡിവൈഡഡ് ബൈ റോ. ഓക്കെ, 1 ബൈ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സിഗ്മയാണ്. 1 ബൈ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മയാണ്, റെസിസ്റ്റിവിറ്റി ആണ് റോ എന്ന് പറയുന്നത്. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി. സോ J ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ എന്ന് കിട്ടും. സോ J is equal to എന്തെഴുതാം? സിഗ്മ ഇൻറ്റു ഇ. ഇതാണ് ഓംസ് ലോയുടെ വെക്റ്റർ ഫോം എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? ഇത് മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? റെഡി. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഒബ്റ്റെയിൻ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ ചെയ്യാനാണ് പറഞ്ഞത്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്തായാലും ചോദിക്കാൻ വേണ്ടി പോകുന്ന ഡെറിവേഷനാണ്. എന്തായാലും ചോദിക്കാൻ വേണ്ടി പോകുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്. സോ നമ്മുടെ കയ്യിൽ 4 റെസിസ്റ്ററുകളുണ്ട്. P, Q, R,
എസ്. ഇതിൽ 3 നോൺ ആണെന്ന് വിചാരിക്കാം. നമുക്കറിയാം ഇതിന്റെ വാല്യൂ, അല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആയിരിക്കും ഇതിൻ്റെ അകത്തുള്ളത്. അതേപോലെ ഈ പി നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ഗാൽവനോമീറ്ററിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതായത് പി ബൈ ക്യൂ ആർ ബൈ എസിന് ഈക്വൽ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കണ്ടീഷനെയാണ് നമ്മൾ ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറയാം. സോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൂടെയുള്ള കറണ്ടിനെ നമ്മൾ എന്താക്കി മാറ്റണം, 0. അതായത് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യാതെ നിൽക്കണം. അതാണ് അതിന്റെ തിയറി എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഡെറിവേഷൻ ആണല്ലോ പഠിക്കാനുള്ളത്. സോ ഡെറിവേഷനിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ ഐ എന്ന് പറയുന്ന കറണ്ട് ഇങ്ങനെ വന്നു, ഈ ജംഗ്ഷനിൽ വെച്ച് I1 കറണ്ട് പോയി, ഇതിൽ ബാക്കി I2 കറണ്ട് കടന്നുപോയി. സോ IG എന്ന് പറയുന്ന കറണ്ട് ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോയാൽ I1 ഇങ്ങനെ വന്നു, IG പോയാൽ ബാക്കി എത്രയാണ്, I3 ആണ്. ഇനി IG ഇങ്ങനെ വന്നു ഇവിടേക്ക്, I2 ഇങ്ങനെ വന്നു. സോ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന കറണ്ടാണ് I4. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് ചെയ്യാം. കിർച്ചോഫിന്റെ റൂൾ, രണ്ടാമത്തെ റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. കിർച്ചോഫിന്റെ റൂൾ അപ്ലൈ ചെയ്യാൻ ആദ്യം നമ്മൾ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ലൂപ്പ് എ ബി ഡി എ. ഈ ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എ ബി ഡി എ എന്ന് പറയുന്ന ലൂപ്പ് കൺസിഡർ ചെയ്താൽ നമുക്കറിയാം ലൂപ്പിന്റെയും കറണ്ടിന്റെയും ഡയറക്ഷൻ സെയിം ആണെങ്കിൽ വോൾട്ടേജ്, അതായത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആളെ നമ്മൾ മൈനസ് ആയിട്ടാണ് എടുക്കുക. സോ നമുക്ക് പറയാം ഇവിടെ ലൂപ്പ് എ ബി എന്ന് പറയുമ്പം ലൂപ്പിന്റെ ഡയറക്ഷനും കറണ്ടിന്റെ ഡയറക്ഷനും സെയിം അല്ലേ. സോ നമ്മൾ വോൾട്ടേജ് -I1 P. ഇനി അടുത്തത് എന്താണ്, ഇങ്ങനെയാണ്, കറണ്ടിന്റെയും ലൂപ്പിന്റെയും ഡയറക്ഷൻ സെയിം ആണ്. സോ -IG, ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് G എന്ന് എഴുതാം. ഇനി കറണ്ടിന്റെയും ലൂപ്പിന്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. സോ നമുക്ക് കൊടുക്കാം +I2R = 0. അങ്ങനെയാണെങ്കിൽ ഗാൽവനോമീറ്റർ ബാലൻസ്ഡ് കണ്ടീഷൻ, അല്ലെങ്കിൽ വീറ്റ്സ്റ്റോൺ പിടിച്ച് ബാലൻസ്ഡ് കണ്ടീഷനിലാണെങ്കിൽ ഗാൽവനോമീറ്ററിൽ എന്തുണ്ടാവില്ല, കറണ്ട് ഉണ്ടാകില്ല. അങ്ങനെയെങ്കിൽ -I1 P നമ്മൾ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ I2R = I1 P, ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. കൺസിഡർ ലൂപ്പ് BCDB. ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്ത് നോക്ക്, നമുക്ക് എന്ത് പറയാൻ പറ്റും, BCDB എന്ന് പറയുന്ന ലൂപ്പ് കൺസിഡർ ചെയ്താൽ B to C എന്താ, കറണ്ടിന്റെയും ലൂപ്പിന്റെയും ഡയറക്ഷൻ സെയിം ആണ്. സോ I3 × Q, പിന്നെ എന്താ വരുന്നത്, ഓപ്പോസിറ്റ് അല്ലേ, +I4S +IGG = 0. അങ്ങനെയെങ്കിൽ IG എന്ന് പറയുന്ന ആള് ഇവിടെ 0 ആണ്, കാരണം ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് കടന്നു പോകില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ -I3Q അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ എന്തായിരിക്കും, +I3Q ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ എഴുതുന്ന ഇക്വേഷൻ I4S = I3Q, ഇക്വേഷൻ നമ്പർ 2. നമുക്ക് എന്ത് ചെയ്യാം, ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് കടന്നു പോകുന്നില്ലെങ്കിൽ നമുക്കിവിടെ ഈ ഇക്വേഷൻ 1/2 ഒന്ന് ചെയ്തു വെക്കാം. ഇക്വേഷൻ 1/2 എന്താണ് ഇക്വേഷൻ 1? ഇവിടെ തന്നിട്ടുണ്ട് I2R = I1 P ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ എന്താ, I4S = എന്തായിരിക്കും, I3Q ആയിരിക്കും. മക്കളെ, ഈ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് കടന്നു പോയിട്ടില്ലെങ്കിൽ I1 തന്നെയല്ലേ I3 എന്ന് പറഞ്ഞു പോണത്. അതേപോലെ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ I2 തന്നെയല്ലേ I4 എന്ന് പറഞ്ഞു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം I2 ഉം I4 ഉം ക്യാൻസൽ ചെയ്യാം, I1 ഉം I3 ഉം ക്യാൻസൽ ചെയ്യാം. R/S = P/Q. ഇത് പ്രൂവ് ചെയ്യുന്നതിനാണ് നിങ്ങൾക്ക് 3 മാർക്ക് തരുന്നത്. സോ ഇത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. 3 മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ചിത്രം വരയ്ക്കാൻ പഠിക്കുക, അതേപോലെ ഇത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഓക്കെ അല്ലേ? മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, വീഡിയോ ബാക്ക് അടിച്ച് കണ്ടിട്ട് വീണ്ടും ഈ പോയിന്റ് മനസ്സിലാക്കി എടുക്കണം. ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തതാണ് വീഡിയോന്റെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ പോകാനുള്ളത് നമ്മുടെ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ നമുക്ക് നോക്കാം മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ആദ്യത്തെ ഡെറിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബയോ-സാവാർട്ട് ലോ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ്, μ0/4π IDL sin θ ഡിവൈഡഡ് ബൈ R² എന്ന് പറയുന്ന DBയുടെ ഇക്വേഷൻ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇത് ഉപയോഗിച്ച് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് നമ്മുടെ ആദ്യത്തെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. യൂസിംഗ് ബയോ-സാവാർട്ട് ലോ ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറന്റ് ലൂപ്പ് എന്ന് പറയുന്നതാണ് ആ ഒരു ഭാഗം. സോ നമുക്ക് നോക്കാം.
നമ്മൾ ആദ്യം തന്നെ ഒരു സർക്കുലർ കറണ്ട് ലൂപ്പ് വരയ്ക്കണം. ഈ സർക്കുലർ കറണ്ട് ലൂപ്പ് വരയ്ക്കുന്ന സമയത്ത് കൈ വിറയ്ക്കാൻ പാടില്ല മക്കളെ, കൈ വിറയ്ക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യും, അത് കൃത്യമായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നു. ആ സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്, അയ്യോ പോയി, സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് വരയ്ക്കുക. ആ സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്തോട് ആര് കടന്നു പോകുന്നുണ്ടാവും, കറണ്ട് കടന്നു പോകുന്നുണ്ടാവും. അതിന് മുകളിൽ നമ്മളൊരു ചെറിയൊരു കഷ്ണം കൺസിഡർ ചെയ്യുന്നു, ഇതിൻ്റെ പേരാണ് DL. അതേപോലെ തന്നെ ഈ സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സാറേ അതെത്രയാണ്, A ആണ് അതിൻ്റെ റേഡിയസ് ആയിട്ട് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ആക്സിസിൻ്റെ ലെങ്ത് ആയിട്ട് ഞാൻ എന്തെടുക്കുന്നത്, നമ്മളുടെ R എന്ന് പറയുന്ന ലെങ്ത് ഞാൻ എടുക്കുന്നത്. ഓക്കെ, സോ R എന്ന് പറയുന്ന ലെങ്ത് കൺസിഡർ ചെയ്യുന്നു. ഇതാണ് R. ഇനി ഇവിടെ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ DL എന്ന് പറയുന്ന എലമെൻറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, DL നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കണം. സോ DL ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു ലൈനിന് നമുക്ക് X എന്ന് കൊടുക്കാം. ഇത്രയാണ് ഡിസ്റ്റൻസ്, X എന്ന് പറയുന്നതാണ്. ഇവിടെ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ Xന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരയ്ക്കാം. ഇതാണ് DB. DL കാരണം ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് DB എന്ന് പറയുന്നത്. DB ചരിഞ്ഞ വെക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 കോമ്പണൻ്റ് ആക്കിയിട്ട് അയാളെ മാറ്റാം. DBയെ 2 കോമ്പണൻ്റ് ആക്കി മാറ്റുന്നു. ഹൊറിസോണ്ടലി ഒരു കോമ്പണൻറ്റും വെർട്ടിക്കലി ഒരു കോമ്പണൻറ്റും. മക്കളെ ഈ ആംഗിള് ഫൈ ആണെങ്കിൽ ഈ ആംഗിളും ഫൈ ആയിരിക്കും. സോ നമുക്ക് കൊടുക്കാം, ദിസ് ഈസ് DB cos phi, DB cos phi and this is DB sin phi. അതേപോലെ നമ്മൾ ഇവിടെ ഒരു എലമെൻറ്റും കൂടെ കൺസിഡർ ചെയ്യണം. ഇപ്പുറത്ത് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു എലമെൻറ്റ് DLും കൂടെ കൺസിഡർ ചെയ്യുന്നു. നേരത്തെ പോലെ തന്നെ സെയിം നമ്മൾ ഇവിടേക്കൊരു ലൈൻ വരയ്ക്കുന്നു. ഇത് X ആണ്. അങ്ങനെയാണെങ്കിൽ DB എന്ന് പറയുന്നത് ഈ X, ഈ DL കാരണം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കാം. പേര് DB എന്ന് കൊടുക്കാം. 2 കോമ്പണൻ്റ് ആയിട്ട് നമ്മൾ റിസോൾവ് ചെയ്യുന്നു. 2 കോമ്പണൻ്റ് ആക്കി റിസോൾവ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഫൈ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതും എന്തായിരിക്കും, ഫൈ ആയിരിക്കും. സോ ദിസ് ഇസ് DB cos phi and this is DB sin phi. അപ്പോൾ ചിത്രത്തിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ അകത്ത് DB cos phiയും DB cos phiയും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അവർ പരസ്പരം ക്യാൻസൽ ചെയ്തു പോകും. സോ നെറ്റ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് ആരായിരിക്കും, DB sin phi പ്ലസ് DB sin phi. അപ്പോൾ നമുക്ക് പറയാം, ബയോ-സാവാർട്ട് ലോ പ്രകാരം DB എന്ന് പറഞ്ഞാൽ എന്താ, DB is equal to mu0/4 IDL sin theta divided by x സ്ക്വയർ. അതെന്താ നമ്മൾ x സ്ക്വയർ എടുത്തത്, എലമെൻറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഈ എലമെൻറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് x ആണ്, അതുകൊണ്ട് x സ്ക്വയർ എന്ന് കൊടുത്തു. മക്കളെ ഇവിടെ സൈൻ തീറ്റ, ഈ DLൻ്റെയും അതുപോലെ തന്നെ എക്സിൻ്റെയും ഇടയിൽ വരുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇവിടെ എത്രയാണ്, തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. സോ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ സൈൻ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, 1 ആയിരിക്കും. സോ നമുക്ക് കൊടുക്കാം mu0/4 IDL by x സ്ക്വയർ. കാരണം എന്താ, തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ഇനി നമുക്ക് DB ആണ് കിട്ടിയത്. നമുക്ക് വേണ്ടത് എന്താണ്, നമുക്കിവിടെ ഈ ഒരു പോയിന്റിലെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഈ പോയിന്റിൽ ആരൊക്കെ ഉണ്ട്, DB sin phi, DB sin phi. സോ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് DB ഡാഷ് ഇസ് ഈക്വൽ ടു DB sin phi പ്ലസ് DB sin phi, അതായത് 2DB sin phi ആയിരിക്കും. ഇതിന് ഇക്വേഷൻ 1 എന്നും ഇതിന് ഇക്വേഷൻ 2 എന്നും കൊടുത്താൽ ഈ DBയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ഈ ഒരു വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇക്വേഷൻ ബിക്കം 2 ഇൻറ്റു mu0/4 IDL by x സ്ക്വയർ sin phi. മക്കളെ ഇനി ഇതിനകത്ത് നിന്ന് 2ഉം 4ഉം നമുക്ക് കട്ട് ചെയ്താൽ ഇവിടെ എന്ത് വരും, 2 എന്ന് വരും. ഇനി നമുക്ക് എഴുതാം, ഇതിനകത്ത് നിന്ന് DB ഡാഷ് ഇസ് ഈക്വൽ ടു mu0/2 IDL by x സ്ക്വയർ sin phi.
മക്കളെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എക്സ് സ്ക്വയറിന് ഒരു വാല്യൂ കണ്ടുപിടിക്കണം, സൈൻ ഫൈക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കണം. മക്കൾ നോക്കിക്കേ, ഇതിൻ്റെ അകത്തുനിന്ന് ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് നിന്ന് എന്താണ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണല്ലോ. സോ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ എന്ന് പറയാം. സോ നമുക്ക് എഴുതാം എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് എന്തായിരിക്കും? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ആയിരിക്കും. ഇനി സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഥവാ എ ബൈ എക്സ് ആയിരിക്കും, അഥവാ എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. സോ ഇത്രയും വരുന്ന ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു? മെയിൻ ഇക്വേഷനിൽ, അതായത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ നമുക്ക് എഴുതാം ഡി ബി ഡാഷ് is equal to mu 0 by 2 pi I dl divided by x square. ഈ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നെഴുതാം. ഇൻറ്റു എന്താണ് അടുത്ത വരുന്നത്? സൈൻ ഫൈ ആണ്. എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. മക്കളെ ഇത് ഒരുമിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ mu 0 by 2 pi I dl a ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ഇവിടുത്തെ പവർ 1, ഇവിടുത്തെ പവർ 1/2. സോ ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്നെഴുതാം. ഇനി നമ്മൾക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമുക്കുള്ളത് ഇപ്പോൾ ഡി ബി ഡാഷ് ആണ്. ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ mu 0 കോൺസ്റ്റൻ്റ് ആണ്, 2 pi കോൺസ്റ്റൻ്റ് ആണ്, ഐയും എയും ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 3/2, 3 ടേം കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഡി എൽ. മക്കളെ ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറയുമ്പം അറ്റ് എ ടൈമിൽ നമ്മൾ ഇവിടെ 2 ഡി എൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2 pi r ആണ്. പക്ഷേ ഇവിടെ നമ്മൾ 2 ഡി എൽ കൺസിഡർ ചെയ്തുകൊണ്ട് പകുതി എടുത്താൽ മതി, അതായത് പൈ ഇൻറ്റു റേഡിയസ്. പൈ ഇൻറ്റു റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാ? റേഡിയസ് എ ആണ്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതാം mu 0 by 2 pi I a ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 ഇൻറ്റു പൈ എ. സോ പൈയും ഈ പൈയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഇക്വേഷനായി ബി ഇസ് ഈക്വൽ ടു mu 0 I a സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്തായിട്ട് യൂസിങ് ആംബിയർ സർക്യൂട്ടൽ തിയറം ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ ദി മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കറണ്ട് ഇൻഫൈനൈറ്റ് കറണ്ട് ക്യാരിയിങ് വയർ. നമ്മുടെ കയ്യിൽ ഒരു വയറുണ്ട്. ഈ വയറിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഇതാണ് നമ്മുടെ കയ്യിലുള്ള വയർ. ഇതിലൂടെ ആരാ കടന്നു പോകുന്നത്? ഐ എന്ന് പറയുന്ന കറണ്ടാണ് കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ പോയിന്റിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ആർ എന്ന് പറയുന്ന ഒരു റേഡിയസ് നമ്മൾ വരയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് ആംബീരിയൻ ലൂപ്പ് വേണം. എന്താ വേണ്ടത്? ആംബീരിയൻ ലൂപ്പ്. ആംബീരിയൻ ലൂപ്പ് ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ആംബീരിയൻ ലൂപ്പ്. ആംബിയർ സർക്യൂട്ടൽ തിയറം വരയ്ക്കുന്ന സമയത്ത് എന്ത് വേണം? ആംബീരിയൻ ലൂപ്പ് വേണം. ഇനി ഈ കറണ്ട് ക്യാരിയിങ് വയറിന്റെ ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമുക്ക് ഉപയോഗിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ റീജിയനിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഞാൻ ഈ ബ്ലൂ കളറിൽ കാണിക്കുന്നതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. സോ നമ്മൾ ഇവിടെ ഒരു ഡി എൽ എന്ന് പറയുന്ന എലമെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പച്ച കളറിൽ ഞാൻ വരച്ചിട്ടുള്ള ആ ഒരു ആംബീരിയൻ ലൂപ്പിന്റെ മുകളിലുള്ള ഡി എൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡി എല്ലിൻ്റെയും ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇടയിലുള്ള ആംഗിൾ എന്തായിരിക്കും? തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ആംബിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു mu 0 I. ബി നമുക്ക് പുറത്തേക്ക് എഴുതാം. കാരണം എന്താ? ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് 0. ബി ഡി എൽ, ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം. ബി ഡി എൽ കോസ് 0 ഈക്വൽ ടു mu 0 I. ഇതിൽ കോസ് 0 1 ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ബി ഡി എൽ എന്ന് എഴുതാം. സോ ബി കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എഴുതി. ഇൻ്റഗ്രൽ ഡി എൽ ഇസ് ഈക്വൽ ടു mu 0 I. ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ സർക്കംഫറൻസ്, അത് 2 pi r ആണ്. സോ ബി ഇൻറ്റു 2 pi r ഇസ് ഈക്വൽ ടു mu 0 I. നമുക്ക് വേണ്ടത് എന്താണ്? ബി അല്ലേ? ബി ഇസ് ഈക്വൽ ടു mu 0 I ഡിവൈഡഡ് ബൈ 2 pi r.
ഇതാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഈ ഒരു കേസിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചാൽ അടുത്തൊരു കേസും കൂടെ നമുക്ക് പറയുന്നുണ്ട്. യൂസിങ് ആംബിയർ സർക്യൂട്ടൽ തിയറം ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ്. ഒരു സോളിനോയിഡ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കാണേണ്ടത്. സോ ആദ്യം തന്നെ നമ്മളൊരു സോളിനോയിഡ് വരയ്ക്കാം. സോളിനോയിഡ് ഈസ് ആൻ ഇൻസുലേറ്റഡ് കോപ്പർ വയർ വോണ്ടഡ് ഇൻ ദ ഷേപ്പ് ഓഫ് ഹെലിക്സ്. ഇതാണ് നമ്മുടെ സോളിനോയിഡ്. ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. ഐ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സൈഡ് സൗത്ത് പോളും ഒരു സൈഡ് നോർത്ത് പോളും. കറണ്ട് കടന്നു പോകുന്ന കണ്ടക്ടർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇതാണ് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, സൗത്ത് നിന്ന് നോർത്തിലേക്ക് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളിവിടെ ആംബിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ആംബീരിയൻ ലൂപ്പ് വരയ്ക്കുകയാണ്. ഇതാണ് നമ്മളുടെ ആംബീരിയൻ ലൂപ്പ്. പേര് കൊടുക്കാം എ ബി സി ഡി. സോ ആംബിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻ്റഗ്രൽ ബി ഡി എൽ ഈക്വൽ ടു മ്യൂ 0 ഐ എന്ന് പറയാം. എന്നാൽ ഇവിടെ ഡി എൽ എന്ന് പറയുന്ന ഓരോ എലമെൻറ്റും, ഞാനിങ്ങനെ വരച്ച ഓരോ ഡി എല്ലും മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എ ബിയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ല ബി സിയിൽ ഉണ്ടാക്കുന്നത്. നോക്കിയേ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും എ ബിയും തമ്മിലുള്ളത് പാരലലാണ്. എന്നാൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും സി ഡിയും അല്ലെങ്കിൽ ബി സിയും തമ്മിലുള്ളത് എന്താണ്? അത് പെർപെൻഡിക്കുലർ ആണ്, അല്ലെ? ബി സി പെർപെൻഡിക്കുലർ ആണ്, സി ഡി പാരലൽ ആണ്, ഡി എ വീണ്ടും പെർപെൻഡിക്കുലർ ആണ്. സോ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എഴുതണം. ഇൻ്റഗ്രൽ എ മുതൽ ബി വരെ ബി ഡി എൽ കോസ് 0 പ്ലസ് ഇൻ്റഗ്രൽ ബി മുതൽ സി വരെ ബി ഡി എൽ കോസ് 90 പ്ലസ് ഇൻ്റഗ്രൽ സി മുതൽ ഡി വരെ ബി ഡി എൽ കോസ് 0 പ്ലസ് ഇൻ്റഗ്രൽ ഡി മുതൽ എ വരെ ബി ഡി എൽ കോസ് 90 ഈക്വൽ ടു മ്യൂ 0 ഐ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, കോസ് 90 എന്ന് പറഞ്ഞാൽ അവിടെ 0 ആണ്. സോ കോസ് 90 എന്ന് പറയുന്ന ഭാഗം 0 ആയി. ഇനി ഈ സർഫസിൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. സോ സി ഡി എന്ന് പറയുന്ന ഭാഗത്ത് ബി 0 ആയതുകൊണ്ട് ഈ ടേമും പോവും. അങ്ങനെയെങ്കിൽ ഈ സോളിനോയിഡിൻ്റെ ടോട്ടൽ ലെങ്ത് L ആണെന്ന് വിചാരിക്കുക. ടോട്ടൽ ലെങ്ത് എത്രയാണ്? L ആണ്. സോളിനോയിഡിൻ്റെ ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ നമുക്ക് പറയാം എ മുതൽ ബി വരെ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് എന്താവുന്നുള്ളൂ, നമുക്ക് ഇൻസൈഡിൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ബി ഡി എൽ ഇൻ്റഗ്രൽ ഉണ്ട്. സോ ഡി എൽ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ഈക്വൽ ടു മ്യൂ 0 ഐ എന്ന് പറയും. ഇതിൽ ഡി എൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ബി ഇൻറ്റു എൽ ആയിരിക്കും, മ്യൂ 0 ഐ. ഇഫ് ദർ ഈസ് n ടേൺസ് ഉണ്ടെങ്കിൽ, സോളിനോയിഡിന് n ടേൺസ് ഉണ്ടെങ്കിൽ ബി ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു മ്യൂ 0 എൻ ഐ. സോ ബി ഈസ് ഈക്വൽ ടു എന്ത് പറയാം? മ്യൂ 0 എൻ ഐ ബൈ എൽ എന്ന് പറയാം. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഡ്യൂ ടു സോളിനോയിഡ്. ഇനി ക്യാപിറ്റൽ എൻ ബൈ എൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ബൈ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 സ്മോൾ ലെറ്റർ എൻ ഐ എന്ന് എഴുതാം. എന്താണ് ഈ സ്മോൾ ലെറ്റർ എൻ? സ്മോൾ ലെറ്റർ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ക്യാപിറ്റൽ എൻ ബൈ എൽ അഥവാ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. സോ ഈ ഒരു ഡെറിവേഷൻ ഓൺലി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ചെയ്യാം, വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇമോജി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.